40 വയസ്സുള്ള ഒരാളുടെ തന്തയാകാനുള്ള പ്രായം എനിക്കില്ല. ഞാൻ 3 കുട്ടികളെ സഹായിച്ചവരെ എല്ലാം തള്ളി പറഞ്ഞു. നാളെ ഈ പറയുന്ന തങ്കച്ചനെ തള്ളി പറയും. ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. നാണല്ലാത്തൊരു ടീം ഇട്ടാ കൊല്ലം സുധിയുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞുണ്ടായി എന്നുള്ളത്. പിന്നെ കിടക്കാതെ ഞാൻ പറയുന്നില്ല, കുഞ്ഞിങ്ങനെ വിഷയത്തിൽ നിന്ന് വഴുതി മാറണ്ടല്ലേ. എന്തുവാടോ, ബോധം പറഞ്ഞ സാധനം കുറച്ചെങ്കിലും വേണ്ടേ, നന്ദി എന്ന സാധനം കുറച്ച് വേണ്ട, ഉളുപ്പെങ്കിലും കുറച്ച് വേണ്ടടോ. ഇതൊന്നുമില്ലാത്ത ഞാൻ പറയുന്നില്ലേ. ഇപ്പൊ താജുക്കാരുടെ ഏട്ടുണ്ട്, താജു ഏട്ടൻ. ഈ താജു എന്ന് പറയുന്ന വ്യക്തിയുടെ തന്തയ്ക്ക് വിളിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ബിഷപ്പ് കേസ് കൊടുക്കുന്നു, ഫിറോസ്ക കേസ് കൊടുക്കുന്നു, താജുക്കയും കേസ് കൊടുക്കുന്നു. എന്തുകൊണ്ടാ? മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുള്ളതാ. അതിനിടയിൽ പാവ ഒരു പയ്യൻ, കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യൻ, എന്താ അവന്റെ അവസ്ഥ? അവന്റെ ഇതിപ്പോ 3ാമത്തെ അമ്മ 2ാമത്തെ അമ്മ അങ്ങനെ എന്തോ ആണ്. ആദ്യ ശാലിനി എന്ന് പറയുന്ന ഒരു അമ്മ, അവര് വേറെ ആളുമായിട്ട് പോകുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു, അവന്റെ ജീവിതം കോഞ്ഞാട്ടായി. ആ ഒരു പയ്യന് അമ്മ എന്നൊരാളുടെ സ്നേഹം കിട്ടുന്നില്ല. ഇവിടെ ഇപ്പൊ രേണു പറയുന്നുണ്ട്, എന്റെ മകന് തുല്യമാണ്, മകനാണ്, എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെക്കന് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇപ്പൊ സുധിലയം എന്ന് പറയുന്ന ആ ഒരു ബോർഡില്ലേ, ആ ബോർഡ് എടുത്ത് ദൂരെ കളയാൻ പോവാ. ഫിറോസ് അവനെ വിളിച്ച് പറയാം, മോനെ ഇങ്ങനെ ആകെ പ്രശ്നമാണ്, വീട് ചോരുന്നു അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്തൊരു നന്മയ്ക്ക് മോശപ്പെട്ട രീതിയിൽ നിന്റെ അമ്മ ഓരോന്ന് പറയുന്നുണ്ടാ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ കിച്ചു അത് എടുത്ത് കളഞ്ഞോളാൻ പറഞ്ഞു എന്നുള്ളതാ. ഇവിടെ താജുക്ക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കി നിങ്ങള്. ആദ്യം നമുക്ക് രേണുവിന്റെ അഹങ്കാരം മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്, ഒരു രൗദ്രഭാവം, അതൊന്ന് കാണാം. ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ കൂടെ അല്ലേ, എനിക്ക് വിഷയമല്ല. അതെന്താ കൊല്ലം സുധിയുടെ കൂടെ അല്ലേ എനിക്ക് വിഷയമല്ല? അതെന്താ? ഞാൻ വേറൊരു അർത്ഥമാണ് പറയുന്നത്, ഞാനത് ഇവിടെ പറയുന്നില്ല. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഒരു വിഷയം പുറം ലോകത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പെണ്ണിനും നാണക്കേടുണ്ടാവും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ഭർത്താവായി ഇരിക്കെയാണ് രേണു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അവരെ വളച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമില്ല. കാരണം വീണ എസ് പിള്ള ചാറ്റ് പുറത്തു വിടുന്നു, നിങ്ങൾ വിട്ട എനിക്ക് തേങ്ങാക്കൊലയാണ് എന്നാ പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് കുഞ്ഞുണ്ടാക്കി, അതുണ്ടാക്കി. വീണ എസ് പിള്ളയോട് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്കല്ല കുഞ്ഞുണ്ടായിട്ടുണ്ട്, ഇല്ലല്ലോ, ഡയലോഗ് അടിക്കേണ്ടെന്നുള്ളത്. അതിനാണ് അവർ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു നാക്കിനാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് ഞാനൊരു ഫോട്ടോ ഉണ്ട്, ഇവർക്ക് ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അസോസിയേഷന്റെ എന്തൊരു തേങ്ങാക്കൊല കൊടുക്കുന്നു, അവാർഡ് കൊടുക്കുന്നു. ഇവർ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ നാടിന്? തൊട്ടടുത്തുള്ള ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ ഒരാളുടെ നിന്നും 50,000 രൂപ മേടിച്ചിട്ടുണ്ട്. ആ പൈസ കൊടുത്തിട്ടുണ്ടോ? ആളുടെ പേര് എന്നെ ആൾ വിളിച്ച് പറഞ്ഞു, ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഇനി ഒരുപാട് വശങ്ങളുണ്ട്. ഓക്കെ, ക്യാൻസർ പേഷ്യന്റിന്റെ പൈസ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പിരിച്ചു എന്ന് പറയുന്നത് 50,000 രൂപ വാങ്ങി വെച്ചിട്ടുണ്ട്. അത്ര കുറെ തവണ പല ആളുകളുടെ കയ്യിൽ നിന്ന് ഈ കൊല്ലസുതി പൈസ കടം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ അഭിമാനമായിട്ടാണ് ഇവർ കാണുന്നത്. അതായത് പണം ചോദിക്കുന്ന ആളുകൾ കൊഞ്ഞലം കുത്തുക, അതേപോലെ അതൊന്നും മൈൻഡ് ഉണ്ടാ. ഞാനില്ലേ വാവക്കുട്ടൻ കൊട്ട ലീഗലി ഡൈവോഴ്സ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന, ഡൈവോഴ്സ് ചെയ്യാതെ നിയമപരമായി വിവാഹം കഴിച്ച ഏതൊക്കെ ഭാര്യമാർ ശ്രുതിക്കൊണ്ടോ അവർക്കെല്ലാം കിട്ടും പൈസ. ഫെബ്രുവരി 28 ശേഷം നടന്ന എല്ലാ വിവാഹങ്ങളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവുണ്ട്. ഇവര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സബ്രജിസ്റ്റർ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? കൊല്ലസുതിയുടെ ഇൻഷുറൻസ് തുക തട്ടാം എന്നുള്ള ഒരു മോഹം ഉണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണെന്നാണ് ഇപ്പൊ താജേട്ടൻ പറയുന്നത്. അതായത് ലീഗലി മാരേജ് സർട്ടിഫിക്കേഷൻ ഇവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ ചെയ്യണം, അത്ര ചെയ്തിട്ടില്ല. അത്രേ അങ്ങനെ ലീഗലി കൊല്ലസുതി എത്ര വിവാഹം കഴിച്ചിട്ടുണ്ടോ അത്രയും വിവാഹം കഴിച്ച ആളുകൾക്കൊക്കെ ആ ഇൻഷുറൻസ് തുകക്ക് അർഹരാണ് എന്നാണ് പറയുന്നത്. നല്ല കളിയാണല്ലേ. ഇതൊക്കെ മോഹിച്ചിട്ട് കൊണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷെ അവർ നടന്നിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വിഷയത്തിൽ. കാരണം ഇപ്പോ കൊല്ലസുതി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചത് 3ാമത്തെ ആളാണ് ഈ രേണു. ഈ രേണു വരുന്ന സമയത്ത് തന്നെ വീണ എസ് പിള്ള എന്നൊരു സ്ത്രീയുമായിട്ട് അവർ വിവാഹം കഴിഞ്ഞ് നിൽക്കുകയാണ്. അയാളിൽ നിന്നും തട്ടിയെടുത്ത് തന്നെയാണ് രേണു ഈ പറയുന്ന കൊല്ലസുതിയെ. സ്വാഭാവികമായിട്ടും രേണു സുതിയെ പോലെ കൊല്ലസുതി അറിയപ്പെടുന്നില്ല, അങ്ങനെ തന്നെ പറയാം. രേണു സുതിയെ അറിയപ്പെടുന്നത് പോലെ കൊല്ലസുതി ഒരു കാലത്തും ഇനി അറിയപ്പെടാനും പോകുന്നില്ല. അത്രമാത്രം കൊല്ലസുതി വലിയ സംഭവമൊന്നുമല്ല അല്ലെ. കൊല്ലസുതി എന്ന പേരും പറഞ്ഞ് വിറ്റ് ഫേക്ക് നെയിമിൽ രേണു സുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണ് ഇപ്പൊ ഹൈപ്പിൽ കയറുന്നത്. അപ്പൊ എന്തിനാ വന്നിട്ടുള്ളത്? അതിനൊക്കെ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇനിയിപ്പോ വീട് ഫ്രീ ആയിട്ട് കിട്ടി, പലതും ഫ്രീ ആയിട്ട് കിട്ടി. ഫ്രീ ആയിട്ട് തന്ന ആളുകളൊക്കെ ഇപ്പൊ നെഞ്ചത്ത് താണ്ടാൻ പാടുക. കൊള്ളാം, തുടർന്നങ്ങ് കേൾക്കണം കേട്ടോ, ആരും പോവല്ലേ. ഇപ്പൊ എടാ പോടാ മറ്റവരെ തന്തയാണോ എനിക്ക് പറയാമല്ല. താജു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഒരു ദിവസം വാഹനമായിട്ട് പോണ സമയത്ത് അദ്ദേഹത്തിന്റെ പിന്തുടർന്ന് വന്നിട്ട് ഈ രേണു സുധിയും ഒരു കൈക്കുഞ്ഞുമായിട്ട് കൊല്ലസുതി ഭയങ്കര സങ്കടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയത്രേ. ഇയാൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. ആ കടങ്ങളൊക്കെ ഞാൻ വീട്ടിക്കോളാം എന്ന് കമന്റ് ഇട്ട ഒരു വ്യക്തി, സുഹൃത്ത്.
ആ ഒരു സുഹൃത്തിനെ എന്റെ തന്തയൊന്നുമല്ലല്ലോ എന്നാണ് രേഷ്മ തങ്കച്ചൻ പറഞ്ഞത്. അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോക്കി. ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നുമല്ല. ഇനി ഒരു കാര്യം, താജുദ്ദീനെ തന്തക്ക് വിളിച്ചതിന് താജുദ്ദീൻ തിരിച്ച് തന്തക്ക് വിളിച്ച എങ്ങനെയുണ്ട്? വിളിക്കോ? ഒന്ന് കണ്ടോളി. രേഷ്മ തങ്കച്ചന്റെ തന്തയാകുള്ള പ്രായം എനിക്കില്ല. അത് രേഷ്മ തങ്കച്ചനോട് ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി മേടിച്ചത് അയാൾക്ക് കാണും തന്തയാകുള്ള പ്രായം. അടിപൊളി. എങ്ങനെയുണ്ട്? തിരിച്ച് തന്തക്ക് വിളിക്കാൻ നട്ടലുള്ള ആളുകൾ വിളിക്കും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും വിളിക്കും. എന്റെ തന്തയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോ ഇയാളുടെ കാലിന്റെ അടിയിൽ കരഞ്ഞു കിടന്ന ഒരു ടീമുണ്ട്. നിന്റെ ഭർത്താവ് സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ടിയപ്പോ 50,000 രൂപ കടം വാങ്ങി നിരന്തരം കടം വാങ്ങി എന്ന് പറയുന്നത്. ഇയാളാ കടക്കെ വീട്ടിൽ തരാന്ന് പറഞ്ഞ ദൈവതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമ്പോ അത് വാങ്ങി തിന്നതിന് ശേഷം അവസാനം ഇതെന്ത് കയ്പാണ് എന്ന് പറഞ്ഞ് അവരുടെ മുഖത്ത് തന്നെ തുപ്പുന്നത് എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യമാണല്ലേ. തുടർന്ന് കേൾക്കൂ. ഞാൻ ഓൾറെഡി റിലേഷൻ, പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പുള്ളിയെടുത്ത് ബെസ്റ്റ് സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടൻ, സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടനായിട്ട്. സുധിച്ചേട്ടൻ എന്താ ചെയ്യാൻ പറ്റില്ലേ? ഇതാണ് കുഴപ്പം. സുധിച്ചേട്ടൻ ഒരു കഴിവില്ല എന്ന് തന്നെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. അതായത് വേറൊരാളുടെ ഭാര്യയായി ഇരിക്കെ, വേറൊരാളുടെ ഭർത്താവായി ഇരിക്കെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. വീണ എസ് പിള്ള തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോ അതിന്റെ മുകളിൽ കിടന്ന് കുത്തിമറ ഒരു കാര്യമില്ല. വാ തുറക്കുന്നത് നുണ പറയാനും ചവച്ചരയ്ക്കാനും വേണ്ടി മാത്രമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ഒരു പാട്ട് പാടുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പാട്ട് പാടി ആ മേഖലയിലൂടെ പോവുക നല്ലത് എന്നുള്ളതാണ്. ഈ അഭിനയത്തിന്റെ ABCD നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത് ശരിക്കും കോപ്രായത്തരങ്ങൾ മാത്രമാണ്. ആര് അവരുടെ തന്തയല്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ 1976 ജനിച്ചത്. 76 ഓഗസ്റ്റ് 3 ഞാൻ ജനിച്ചത്. പക്ഷെ എന്റെ സ്കൂൾ ഡ്രൈവിലൊക്കെ 30/5/1976 40 വയസ്സുള്ള ഒരാളുടെ തന്തയാകാനുള്ള പ്രായം എനിക്കില്ല. 40 വയസ്സുള്ള ഒരാളുടെ തന്തയാവാനുള്ള പ്രായം എനിക്കില്ല. ഒരു തന്തവിളിക്ക് 5-10 തന്തവിളി തിരിച്ചു കയറ്റി സ്വഭാവമായി ഉണ്ടാവുമല്ലോ, വയറ് നിറഞ്ഞുണ്ടാവുമല്ലോ. മതി, അത് മതി. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാട്ടോ. വീണ എസ് പിള്ള പറയുന്ന ഈ ഒരു വാക്കിൽ പോലും എനിക്ക് ചിരിയാണ് വന്നത്. ഒന്ന് കേട്ടാ. സുജാനോട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ കുറിച്ച്. ചേട്ടനെ കൊണ്ട് നടക്കുന്നത് മാത്രമല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കല്യാണം നോക്കാം. അടിപൊളി. ഈ കൊല്ലസുതി എന്ന് പറഞ്ഞ മമ്മൂട്ടി അഴങ്ങാനും ആണോ ഇനി ചോദിക്കുകയാണ് ഞാൻ. കാരണം ഇവര് പല ആളുകൾ ഇങ്ങോട്ട് വന്ന് വീഴുന്നതാണ്. കൊല്ലസുതി നമ്മളെ ആളുകൾ പലതും പറയുന്നു, നീ എന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയില്ലല്ലോ. ഒരു സ്ത്രീയും ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും പറയില്ല. നാട്ടുകാര് അല്ലെങ്കിൽ കൂട്ടുകാര് അല്ലെങ്കിൽ സഹപ്രവർത്തകര് നമ്മളെ ചേർത്ത് അതും ഇതും പറയുന്നു. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാ ഇവര് സ്വന്തം പല്ലിയുടെ കുത്തി മണത്തതാ. ഇവരുടെ വോയിസ് മാത്രം വന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇവര് രംഗപ്രവേശനം നടത്തിയപ്പോ സത്യം പറയട്ടെ, ഇവിടെ ഫെയിമിന് വേണ്ടി തന്നെ വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ എന്തിനു പറയണം? ഇതൊന്നും പറയേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാ. ഇനി കിച്ചുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. അതായത് രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു കൊല്ലസുതി വേറൊരു വിവാഹം കഴിക്കുന്നതിൽ ഇതിന്റെ താല്പര്യം എന്താണ്? എങ്ങനെയെങ്കിലും കെട്ടി പണ്ടാറടങ്ങി പോട്ടെ എന്ന് അവൻ പറഞ്ഞു. കേട്ടോ നിങ്ങള്? ഈ ഒരു അമ്മ ഇനി ഒരു കല്യാണത്തിലേക്ക് പോകുന്നു എന്നൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒന്നെങ്കിൽ പോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ അങ്ങനെ എന്തെങ്കിലും കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നോ? ഇതുവരെ ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടം. ഞാൻ എല്ലായിടത്തും പറയുന്ന തന്നെ അമ്മയുടെ ഇഷ്ടം. അമ്മക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവണേ. കല്യാണം കഴിഞ്ഞ് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും പോയിട്ട് ആ കൊല്ലസുതിയുടെ പേര് പോയി കിട്ടട്ടെ എന്ന് മാത്രമേ ചെക്കന് ആഗ്രഹമുള്ളൂ. അമ്മതിരി നാണക്കേട് ഉണ്ടായിട്ടുണ്ട്. കൊള്ളാം. ഞാൻ 3 കുട്ടികളുടെ തന്തയാണ് നിലവിൽ. കൂടാതെ എന്റെ മടിയിൽ അല്ലെ എന്റെ അടുത്ത് എന്റെ 3 മക്കളും ഇരിക്കുകയാണെങ്കിൽ 4മതൊരു കക്ഷി വന്ന് എന്റെ 3 മക്കളും ഞാൻ ചേർത്ത് 4, 5മതൊരു കക്ഷി പുറത്തുനിന്ന് വന്ന് എന്നോട് ചോദിക്കത്തില്ല താജുദ്ദീനെ ഇത് ആരുടെ മക്കളാണെന്ന് ചോദിക്കത്തില്ല. കാരണം എന്റെ അടുത്തിരിക്കുന്ന എന്റെ മക്കളാണെന്ന് ഉത്തമ ബോധ്യം വരുന്നവനുള്ളത് കൊണ്ട് എന്നോട് ചോദിക്കത്തില്ല. അപ്പൊ മനസ്സിലായോ? ഒരുപക്ഷെ തങ്കച്ചന്റെ അടുത്ത് രേഷ്മ തങ്കച്ചിരിക്കുമ്പം ഇത് ആരുടെ മോളാന്ന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് അതിന് ഉള്ള മറുപടി ഇതാണ്. ഞാൻ അടിപൊളി മോനെ, അടിപൊളി. ഈ ചങ്ങായി ഒരു കല്യാണം കഴിച്ചുള്ളൂ, എനിക്ക് അതിൽ മക്കളുണ്ട്, ആ മക്കൾ എന്റെ തന്നെയാണ്, അത് ഞാനും ഒന്ന് ചോദിക്കാനും പോണില്ല. നല്ല അടിപൊളി സ്റ്റേറ്റ്മെന്റാ. പല ആളുകളും ഒരുപാട് കല്യാണം കഴിച്ചിട്ട് ഏതിലാണ് ഏതുണ്ടായതെന്ന് നമുക്കറിയില്ലല്ലോ. ചില ആളുകൾ പറയാ ഞാൻ അവിടെ കിടന്നിട്ട് അവിടെ നിന്ന് ഉണ്ടായതാണെന്നൊക്കെ. ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, അതെന്താണെന്നും പറയുന്നില്ല. മനസ്സിലാക്കാനുള്ളവർക്ക് മനസ്സിലാക്കാമല്ലോ. പലവർക്കും വന്നിട്ട് പറയേണ്ട അവസ്ഥ വരിക ഇന്ന ആളുടെ കൂടെ ആയത് കൊണ്ടാണ് എനിക്ക് ഇത് ഉണ്ടായത് എന്നുള്ളത്. ഭയങ്കര കോമഡി തന്നെ അല്ലേ? എന്നോട് കാശ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. പണ്ടാണ് പണ്ടെന്നുള്ളതല്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട് കാശ്, ഞാൻ കൊടുത്തിട്ടില്ല. അവിടെ തൊട്ടടുത്തുള്ള ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ ഒരാളുടെ നിന്നും 50,000 രൂപ മേടിച്ചിട്ടുണ്ട്. ആ പൈസ കൊടുത്തിട്ടുണ്ടോ? ആളുടെ പേര് എന്നെ ആള് വിളിച്ചു പറഞ്ഞു. ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇനി ഒരുപാട് രേഖകൾ എന്തെങ്കിലും ഉണ്ട്. കൊടുത്തിട്ടുണ്ടോ? ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനെന്ന് ഒരു പൈസ പിരിച്ചിട്ട്?
അത് ശരി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ രോഗിക്ക് കൊടുക്കാനാണെന്ന രീതിയിൽ നുണ പറഞ്ഞ് 50,000 പിരിച്ചു എന്നാ പറയുന്നത്. നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തായാലും പറ്റിക്കാൻ മിടുക്കനാണെന്നൊക്കെ നമുക്കറിയാം. ആ മിടുക്കിത്തരവും മിടുക്കത്തരവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഇങ്ങനെ ആക്കല്ലേ കേട്ടോ. ഇനി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്നും ഇല്ലാതെ ഇവർ തന്നെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ, ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്ക് മേടിച്ചു കൊടുത്തെന്ന്. അതന്ന് ഇക്ക വെളിപ്പെടുത്തിയ മറ്റേ കാശ് കുറെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെളിപ്പെടുത്തിയപ്പോഴാണ് പൈസ. എന്നെ പലരും ഇപ്പോഴും വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് ഇപ്പോഴും അയച്ചു തന്നു, ഞങ്ങൾ ഇത്ര അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. എല്ലാം സുധീയുടെ പേരിലാണ്. ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ബൈക്ക് മേടിച്ചു കൊടുത്തു. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടാ. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജറെ ഞാൻ ഇന്ന് വിളിച്ചു. ആരെങ്കിലും ഒരുത്തൻ ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി കൊടുത്താൽ ഈ പൈസ വിഡ്രോ ചെയ്തത് ആള് മരണപ്പെട്ട് കഴിഞ്ഞ് ATM കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടോ ഇതെല്ലാം പണിയാവും. അല്ലടോ, അപ്പൊ ആ ബാങ്കിന്റെ നോമിനി ആരാ? ഒന്നാം ഭാര്യ, രണ്ടാം ഭാര്യ, അല്ലെങ്കിൽ കിച്ചു? അപ്പൊ രേണു എല്ലാം എന്നാണ് ആള് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ നോമിനി അല്ലാത്ത ഒരാള് ഫണ്ട് എടുത്തിട്ട് ഉപയോഗിച്ചാൽ, മരിച്ച ഒരാളുടെ പൈസ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, തിരിമറി ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗലി തെറ്റാ. എന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവാണ്, എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണെന്ന് ഒന്നുമില്ല. ആരാണോ നോമിനി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കേസ് കൊടുത്താൽ പണി കിട്ടുന്നുള്ളൂ. കൊള്ളാം, അടിപൊളി. ഇനി ബിഷപ്പിന് കിട്ടിയ 8ന്റെ പണി ബിഷപ്പ് തന്നെ പറയുന്നു, ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന്. കേട്ടോളി. അവർക്ക് സ്വത്ത് കൊടുക്കാനും അവരെ സംരക്ഷിക്കുവാനും അവരുടെ വിദ്യാഭ്യാസം നടത്തുവാനും ഒക്കെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് തയ്യാറാണ്. പക്ഷെ നിയമപ്രകാരമാണെങ്കിൽ മാത്രം. ഇവർ പറയുന്ന പോലെ കഥകൾ കേട്ടുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞാൻ മുൻപോട്ട് പോകും. മാനനഷ്ട കേസ് ഞാൻ ഫയൽ ചെയ്യും. മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ഞാൻ മുൻപോട്ട് തന്നെ പോകും. എന്നെ മാനനഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഓപ്പണായി സംസാരിക്കുവാനില്ല. എന്റെ കാര്യം ഇത്രേ ഉള്ളൂ. എന്നെ തേടി വരാൻ ഒരു ഭാര്യമാരും ഇല്ല, ഒരു മക്കളുമാരും ഇല്ല. എന്നെ തേടി വരാൻ ഒരു മക്കളുമാരും ഇല്ല, ഒരു ഭാര്യമാരും ഇല്ല എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ബിഷപ്പ് പോലും ട്രോളി തുടങ്ങി. അതുപോലെ താജു ചേട്ടൻ ട്രോളി, എല്ലാവരും ട്രോളി. തങ്കച്ചന്റെ ഒരൊറ്റ രംഗപ്രവേശനം കൊണ്ട് വീട് കുളം തോണ്ടി. ഇവരുടെ നാക്ക് ശരിയാത്തത് കൊണ്ട് അവരുടെ ലൈഫും മൂഞ്ചി പോകുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, പാട്ടുപാടുന്നത് നന്നായിട്ടുണ്ട്. അതിൽ തുടരൂ. വെറുതെ ഇങ്ങനെ കോപ്രായത്തങ്ങൾ കാണിച്ചിട്ടുള്ള വില കളയല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവരുടെ നാക്കും ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അവർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതിപ്പോ ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, ഇൻസ്റ്റഗ്രാം തുറക്കാൻ വയ്യ, ഇനി ട്വിറ്ററിൽ വലിഞ്ഞു കയറി എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും ഈ രണസുന മാത്രമേ ഉള്ളൂ. സഹിക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പുട്ടിന് പീറുന്ന രീതിയിൽ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. ചില ആളുകൾ ഒന്ന് കമന്റ് ഇടുന്നുണ്ട്, നിനക്ക് നിർത്താറായില്ലടാ ഇത് എന്നൊക്കെ. എന്റെ പൊന്നു മക്കളെ, നല്ല നല്ല വീഡിയോസ് അവിടെ കിടക്കുമ്പോൾ അതൊന്നും കണ്ടിട്ട് അതിൽ കമന്റ് പോലും ഇടാതെ രണസുനയുടെ അത് എന്ന് പറയുമ്പോൾ ഒരു ഓഡിയോ ഒന്ന് കണ്ടിട്ടല്ലേ എനിക്കിപ്പോ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ കാണുക കേട്ടാ, നിങ്ങളൊക്കെ കാണും. നിങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കോപ്രായത്തനങ്ങൾ കണ്ട് സഹിക്കാൻ പറ്റാതെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. പൈസ കൊടുത്ത് ഞാൻ വാങ്ങുന്ന ഡാറ്റയാണ്. നിങ്ങൾ പലപ്പോഴും പറയും സ്കിപ്പ് അടിച്ച് പോയിക്കൂടെ, സ്കിപ്പ് അടിച്ചിട്ട് പോയിക്കൂടെ എന്ന്. എവിടെ സ്കിപ്പ് അടിച്ച് പോയാൽ തീവണ്ടിയുടെ ഇതുപോലെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നാട്ടുകാരും വീട്ടുകാരെയും സോഷ്യൽ മീഡിയയിലും വെറുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുക തന്നെ. അപ്പൊ കൂടെ നിൽക്കാൻ വീണ്ടും വരാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.